Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. ജീവിതത്തിലെ ഓരോ നിമിഷവും ആഘോഷമാക്കിയ സ്വപ്നങ്ങളുടെ പട്ടികയിൽ ഇനിയൊന്നും അവശേഷിക്കുന്നില്ലെന്ന് പറയാൻ ധൈര്യവും ആത്മവിശ്വാസവും കാണിച്ച റോയ്. പക്ഷെ വിട പറഞ്ഞത് ഒരു ദുസ്വപ്നം പോലെയാണ് ഇപ്പോഴും കോൺഫിഡന്റ് റോയിയെ അറിയുന്നവർക്ക്. അത്രമേൽ കോൺഫിഡന്റ് ആയിരുന്നു റോയ്. ഒരു രൂപ പോലും കടമെടുക്കാതെ സ്വപ്ന തുല്യമായ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ റോയ്. വായ്പാരഹിത പദ്ധതികൾ എന്ന് പറയുന്ന ഏറെക്കുറെ മറ്റെല്ലാവർക്കും അപ്രാപ്യമെന്ന് കരുതിയ ലക്ഷ്യം നേടിയ റോയ്. ആ റോയിയെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്നതാണ്. ED അന്വേഷണം മുൻകൂട്ടി കണ്ടാണോ ഒടുവിൽ നൽകിയ അഭിമുഖം പോലും നീട്ടിവെക്കാൻ റോയ് ആവശ്യപ്പെട്ടത്? ഇതിനകം കോടികൾ സർക്കാർ ഖജനാവിലേക്ക് നികുതി നൽകിയ രാജ്യത്തെ മുൻനിര നികുതിദായകനെ നികുതി വകുപ്പ് തന്നെ കൊലയ്ക്ക് കൊടുത്തു എന്നതാണ് ചോദ്യം. സഹസ്ര കോടി ആസ്തിയുള്ള ഫോബ്സ് പട്ടികയിൽ ഇടം പിടിച്ച ആയിരക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ ദാതാവിനെ ഒരു അഡീഷണൽ ടാക്സ് കമ്മീഷണർക്കും സംഘത്തിനും ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കാൻ കഴിയുന്ന സംവിധാനം ഇവിടെ ഉണ്ടെങ്കിൽ അത് മാറണ്ടേ? ഭരണകക്ഷിക്ക് അപ്രിയരായ ബിസിനസ് സംരംഭകരെ IT-യും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഉപയോഗിച്ച് വേട്ടയാടുന്നു. BJP പാളയത്തിൽ ചേക്കേറാൻ ഒരു പാർട്ടി കോൺഫിഡന്റ് റോയ്ക്കുണ്ടായിരുന്നെങ്കിൽ റോയ്ക്ക് ഇങ്ങനെ ജീവൻ വെടിയേണ്ടി വരുമായിരുന്നു. ജീവനെടുത്തോ എന്നാണ് ചോദ്യം. CJ റോയിയുടെ കേരളത്തിലെ മാനേജർ അബിൽ ദേവ് അല്പസമയത്തിനുള്ളിൽ നമുക്കൊപ്പം ചേരും. AK ഫൈസൽ റോയിയുടെ ഉറ്റ സുഹൃത്താണ്, മലബാർ ഗോൾഡിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. SK സജീഷ് CPM പ്രതിനിധി, VR അനൂപ് കോൺഗ്രസ് പ്രതിനിധി, വലത് നിരീക്ഷകൻ ഷാബു പ്രസാദ് എന്നിവരാണ് അതിഥികളായി ചർച്ചയിൽ. ആദ്യം ഞാൻ ഫൈസലിലേക്ക്. ഫൈസൽ, ഏറ്റവും ഒടുവിൽ റോയിയുമായി ഫൈസൽ സംസാരിക്കുന്നത് എപ്പോഴാണ്? ഈ വാർത്ത കേൾക്കുമ്പോൾ ഫൈസലിന് എന്താണ് മനസ്സിലൂടെ പോയത്? കാരണം ജീവിതത്തിൽ ഒരിക്കലും റോയി ഇങ്ങനെ ചെയ്യുമെന്ന് റോയി അടുത്തറിയാവുന്ന ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കിയെങ്കിലും ഒരു വലിയ ജീവിതം ഇന്നിങ്സ് ഇനി ബാക്കിയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ ഇക്വേഷൻ ഓഫ് ഡെത്ത് അനോമി എന്ന് പറയുന്നത് ആ സിനിമയുടെ റിലീസിംഗ് തീയതി മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റുമായിരുന്നു ഈ മരണം എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. എന്താണ് അവസാനം റോയി ഫൈസലിനോട് സംസാരിച്ചത്? ഫൈസലിന് എന്താണ് തോന്നിയത്? എന്താണ് ഇപ്പോൾ തോന്നുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, റോയി ആയിട്ട് ഈ അടുത്ത കാലത്താണ് നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഗസ്റ്റായിട്ട് വന്നു. അതിനുശേഷമാണ് കൂടുതൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയത്. അതിനുശേഷം എൻ്റെ ഹൗസ് വാമിങ്ങിന് വന്നു. നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു. ഞങ്ങൾക്കെല്ലാം വീട്ടിൽ വിളിച്ച് ഭക്ഷണം തന്നു. പിന്നെ എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. പിന്നെ അധികം അങ്ങനെ ഞങ്ങൾ ബിസിനസിൻ്റെ കാര്യം ചോദിക്കും, എല്ലാം ഓക്കെ എല്ലാം ചോദിക്കും. എൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ച് എല്ലാം ഓക്കെ ആണുള്ള പൈസയിൽ നിന്ന് മാത്രം ചോദിച്ചു. അതൊരു ഒരു നല്ലൊരു സുഹൃത്ത്, ഒരു പോസിറ്റീവായിട്ട് നമുക്കെപ്പോൾ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളൊരു വളരെ അദ്ദേഹത്തിനോട് വലിയ എന്താ പറയുക, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളെ നമ്മൾ സ്നേഹത്തോടെ ഒരു എന്താ പറയുക നല്ലൊരു ദീർഘവീക്ഷണമുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഇങ്ങനെ സൂയിസൈഡ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഷോക്കായിപ്പോയി. ഞാൻ ഇവിടെ 3-4 ദിവസമായിട്ട് പനിച്ച് കിടക്കുകയാണ്, പിന്നെ റെസ്റ്റിലാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം തിരുത്താനുണ്ട്. ഞാൻ മലബാർ ഗോൾഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അല്ല, ഇപ്പോൾ മലബാർ ഗോൾഡിന്റെ ഇന്റർനാഷണൽ മാനുഫാക്ചറിങ്ങിന്റെ ഹെഡാണ്. ഓക്കെ, ഫൈസൽ, ഒരു കാര്യം കൂടി ഈ താങ്കൾക്ക് റോയി അറിയാവുന്നത് കൊണ്ട് ചോദിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ IT ഉദ്യോഗസ്ഥർ ഏതെങ്കിലും ക്രമക്കേട് കണ്ടെത്തിയാൽ പോലും നോട്ടീസ് നൽകി പിഴയടയ്ക്കുക എന്നതിനും അപ്പുറത്തേക്കൊന്നും വലിയ കുറ്റകൃത്യമൊന്നും സ്വാഭാവികമായും IT വകുപ്പിൻ്റെ, പ്രത്യേകിച്ച് എല്ലാം കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്ന ഒരു വായ്പ പോലും ഏതെങ്കിലും തരത്തിൽ എടുക്കാതെ സംരംഭം തുടങ്ങിയ വളരെ സക്സസ്ഫുൾ മോഡലായി ഒരാൾക്ക് പോലും പരാതിയില്ലാത്ത, ഒരു ആൾ പോലും ശത്രുവായിട്ടില്ലാത്ത കോൺഫിഡൻറ്റ് റോയിയെ സംബന്ധിച്ച് അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അപ്പോൾ അത്രയും കോൺഫിഡൻറ്റ് റോയിക്ക് ഇത് താങ്ങാനാവുന്നതിലും വലിയൊരു സമ്മർദ്ദം എത്തിയിട്ടുണ്ടാവുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് ശരിക്കും ഞാൻ ഒരുപാട് പ്രാവശ്യം IT ക്വസ്റ്റ്യൻസുകൾ നേരിട്ട ഒരാളാണ്. പക്ഷെ എനിക്ക് IT ആയിട്ട് നമ്മളോട് കാര്യങ്ങൾ ചോദിക്കും.
നമുക്ക് അങ്ങനെ ഒരു പിന്നെ 2-3 പ്രാവശ്യം റെയ്ഡൊക്കെ നേരിട്ട ഒരാളെന്ന രീതിയിൽ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ എന്താണ് നടന്നതെന്നും ശരിക്കും നമ്മൾ ചില സമയത്ത് മാനസികമായിട്ടുള്ള സംഘർഷമാണല്ലോ, മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ പോയി എന്നുള്ളത്. അതിപ്പോ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഇത് അങ്ങനെ ചെയ്തെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഫൈസൽ, ഞാൻ മടങ്ങി വരാം. നമുക്കൊപ്പം എസ് കെ സജീഷ് ഉണ്ട്. സജീഷ്, ഈ മരണം വല്ലാതെ ഞെട്ടിക്കുന്നതാണ്. അതിലിപ്പോൾ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം IT യെയും ED യെയും എങ്ങനെയാണ് മോദി സർക്കാർ വന്നതിന് ശേഷം രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തത് എന്ന്. അതിൻ്റെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇവിടെ ഒരു വ്യവസായി, അതും നോക്കൂ, രാജ്യത്തെ ആദായനികുതി ദായകരിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യവസായിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആദായനികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടർച്ചയായി 3 ദിവസം ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഓഫീസിലുണ്ടായിരുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ചില രേഖകൾ നേരത്തെ കണ്ടുകിട്ടിയിരുന്നു. ഒരു പ്രൊഹിബിഷണറി ഓർഡർ ഉണ്ടായിരുന്നു. ആ പ്രൊഹിബിഷണറി ഓർഡർ ലിഫ്റ്റ് ചെയ്യുന്നതിനിടയിലാണ് ചില രേഖകൾ ആവശ്യപ്പെട്ടുവെന്ന് ഇൻകം ടാക്സുകാർ പറയുന്നു. പക്ഷേ അടുത്ത ബന്ധുക്കൾ, സഹോദരൻ CJ ബാബു അടക്കം പറയുന്നത് വലിയ സമ്മർദ്ദത്തിലാക്കിയിരുന്നു കേരളത്തിൽ നിന്ന് ഈ റെയ്ഡിന് പോയ, അന്വേഷണത്തിന് പോയ ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ്. എസ് കെ സജീഷ്, ഈ IT യും ED യും ഒക്കെ ഇതേപോലെ രാഷ്ട്രീയ എതിരാളികളെ നേരിടാനുള്ള ആയുധമായി ഉപയോഗിക്കുന്നത് പോലെ വ്യവസായികളെയും, ഭരണകൂടത്തിന് അപ്രിയരായ വ്യവസായികളെയും നോട്ടമിടാൻ തുടങ്ങിയോ? തീർച്ചയായും അപകടകരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനവും അതിൻ്റെ ഭാഗമായിട്ടുള്ള എക്സിക്യൂട്ടീവുമെല്ലാം ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ നിലയിലും തങ്ങളുടെ അധികാരത്തിൻ്റെ കീഴിൽ എല്ലാവരും നിൽക്കുക, തങ്ങളുടെ സേവകരായി എല്ലാവരും മാറുക, അങ്ങനെ മാറാത്തവരെയെല്ലാം ഉന്മൂലനം ചെയ്യുക എന്നുള്ള നിലയിൽ പഴയ ഹിറ്റ്ലറെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ചെറിയ സംഭവമായി നമുക്ക് വിലയിരുത്താൻ വേണ്ടി കഴിയില്ല. അങ്ങേയറ്റം ദുഃഖകരമായ ഒരു മരണം, അത് നമ്മൾക്ക് വിരൽ ചൂണ്ടിത്തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, ഒന്ന് രാഷ്ട്രീയ നേതാക്കന്മാരെ വേട്ടയാടാൻ വേണ്ടി ED യെയും IT യെയും അതുപോലെ തന്നെ മറ്റ് അന്വേഷണ സംവിധാനങ്ങളെയും ഉപയോഗിക്കുന്നുണ്ട്. അത് തരാതരം ഉപയോഗിച്ച് ഓപ്പറേഷൻ താമര എന്ന പേര്, ഓമന പേരിട്ടുകൊണ്ട് ഇവിടെ ഏറ്റവും വലിയ കുതിരക്കച്ചവടം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. മറ്റൊരു വശത്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി BJP ഉപയോഗിക്കുന്നത് പണമാണ്. ആ പണം അവർ സമാഹരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടിലൂടെയാണ്. ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടിക്കണക്കിന് രൂപയാണ് BJP സമാഹരിച്ചത്. രാജ്യത്ത് ഏതാണ്ട് 18,000 കോടി രൂപയോളം ഇലക്ട്രൽ ബോണ്ടിലൂടെ ശേഖരിക്കപ്പെട്ടതിൽ സിംഹഭാവവും BJPയിലേക്കാണ് വന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ തന്നെ BJPയുടെ അക്കൗണ്ടിൽ 12,000 കോടി രൂപയോളം അക്കൗണ്ടിൽ തന്നെ നിക്ഷേപിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേരിട്ട് സംഭാവന വാങ്ങാതെ, ഇലക്ട്രൽ ബോണ്ട് അതാണല്ലോ, ആരും അറിയാതെ ബോണ്ടുകൾ വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് CPM ഉൾപ്പെടെ കോടതിയിൽ പോലും ചോദ്യം ചെയ്യുകയും അത് റദ്ദാക്കാൻ വേണ്ടി ഇടപെടുകയും ചെയ്തത്. അത്തരത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വ്യവസായികളിൽ നിന്ന് വൻതോതിൽ പണം സമാഹരിക്കുക, തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് നിന്നിട്ടില്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ള നിലയിലേക്ക് മാറ്റുക, അതെല്ലാമാണ് ഇത്തരത്തിലുള്ള മരണങ്ങളിലേക്കും മറ്റു പ്രശ്നങ്ങളിലേക്കെല്ലാം എത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അല്ലാത്ത ചില ആളുകളുണ്ട്, നമ്മുടെ ഇപ്പോൾ കിറ്റക് സാബുവിനെ പോലെയുള്ള ആളുകൾ. അവർക്ക് BJPക്ക് RSSന് വഴങ്ങാൻ വേണ്ടി കഴിയും. അപ്പോൾ ED യും അതുപോലെ തന്നെയുള്ള സംവിധാനങ്ങളുമെല്ലാം അവരിൽ നിന്ന് മാറിപ്പോകും. അവർക്ക് അന്വേഷണത്തെ ഭയക്കേണ്ട കാര്യമില്ല, BJPയുടെ പക്ഷം ചേർന്ന് നിന്നാൽ മതി. അല്ലെങ്കിൽ അദാനിയെ പോലെയുള്ള വലിയ കോർപ്പറേറ്റുകൾ, ആ കോർപ്പറേറ്റുകൾ ഭരണത്തെ നിയന്ത്രിക്കാനുള്ള ഉപകരണങ്ങളായി മാറുന്നു. അവർക്ക് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നു. ആസ്ട്രേലിയയിൽ കനി ബിസിനസ് നടത്താൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി സംവിധാനത്തിന് സഹായകരമായ രീതിയിൽ ഇന്ത്യയുടെ ബാങ്കിങ് മേഖലയിൽ പോലും ഇടപെടാൻ ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുന്നു. ഒരു വശത്ത് കോർപ്പറേറ്റുകളെ ഈ രാജ്യത്തിൻ്റെ ഭരണം വിട്ടുകൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു വശത്ത് വ്യവസായികളിൽ നിന്ന് വൻതോതിൽ ഇലക്ഷൻ ബോണ്ടിലൂടെ പണം സമാഹരിക്കുന്നു. ആ പണത്തിലൂടെ ഇലക്ഷനെ അട്ടിമറിക്കുന്നു. ഇനി അതിനെ അതിജീവിച്ച് ജയിക്കുന്നവരാണെങ്കിൽ അവരെ ഓപ്പറേഷൻ കമലയിലൂടെ പണം കൊടുത്തും ഭീഷണിപ്പെടുത്തിയും സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും തങ്ങളുടെ കാൽക്കീഴിലാക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിട്ടുപിരിഞ്ഞു പോയ പ്രഫുൽ പട്ടേൽ ഉൾപ്പെടെയുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ ഒരു മരണ വഴി പോലെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഞാൻ BJPയിലേക്ക് പോയപ്പോൾ എൻ്റെ എല്ലാ കേസുകളും അജിത് പവാർ അദ്ദേഹത്തിൻ്റെ ഒരു മരണവഴി പോലെയാണല്ലോ പറയുന്നത്.
പിന്നെ താൻ ബി ജെ പിയുടെ ഭാഗമായി എൻ ഡി എയുടെ ഭാഗമായി വരുമ്പോൾ എൻ്റെ എല്ലാ കേസുകളും നഷ്ടപ്പെടുന്നുവെന്ന്. യഥാർത്ഥത്തിൽ തെറ്റിപ്പറഞ്ഞതായാലും ഒരു തെറ്റിപ്പറയുന്ന പേര് പോലും ചർച്ചയിൽ പ്രശ്നമാകില്ല. കാരണം പ്രഫുൽ പട്ടേലും ഈ പറഞ്ഞ പോലെ തന്നെ വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ ED നിരീക്ഷണത്തിലായിരുന്നു. അദ്ദേഹവും BJP പക്ഷപാതിയായി മാറിയപ്പോൾ ഇപ്പോൾ യാതൊരു കേസുമില്ല. നമുക്ക് നോക്കൂ, ഇന്ത്യയിൽ ഏറ്റവും വലിയ ന്യൂനപക്ഷ വേട്ട നടത്തുന്ന BJP മുഖ്യമന്ത്രിമാരിൽ ഒരാൾ പിന്നെ ഹേമന്ത് ബിശ്വ ശർമ്മയാണ്. ആ ഹേമന്ത് ബിശ്വ ശർമ്മ പഴയ കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നല്ലോ. എങ്ങനെയാണ് BJP എത്തിയത്? നാരദ ചിറ്റ് ഫണ്ട് ഉൾപ്പെടെയുള്ള കേസുകളിൽ EDയുടെ കയ്യിൽ നിന്ന് അതുപോലെയുള്ള ഏജൻസികളിൽ നിന്ന് താൻ പിടിക്കപ്പെടും എന്ന് കണ്ടപ്പോൾ സുരക്ഷിത താവളമായി, എല്ലാ അഴിമതിക്കാർക്കും സുരക്ഷിത താവളമായി മാറാൻ കഴിയുന്ന നിലയിലേക്ക് BJP മാറുന്നു. എവിടെ ഈ കേസുകളെല്ലാം BJP മറുപടി പറയേണ്ടതല്ലേ? അശോക് ചവാൻ്റെ പേരുള്ള കേസ് എവിടെ പോയി? നവീൻ ജിന്ദാലിൻ്റെ പേരുള്ള കേസ് എവിടെ പോയി? ഈ പറഞ്ഞ സുബേന്ദു അധികാരിയുടെ പേരുള്ള കേസ് എവിടെ പോയി? എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും BJPയിലേക്ക് മാറുന്ന ആളുകൾക്ക് പിന്നെ EDയുടെ ഭീഷണിയില്ല. BJPക്ക് വേണ്ടി ഇലക്ഷൻ ബോണ്ട് നൽകുന്ന വ്യവസായികൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ BJPക്കൊപ്പം നിന്ന് കോടികൾ ചെലവഴിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് രാജ്യത്ത് പ്രവർത്തിക്കാൻ യാതൊരു പ്രശ്നവുമില്ല. ഇതിനെല്ലാം വേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസിയായി EDയും CBIയും NIAയും IT-യും എല്ലാം മാറുകയാണ്. നമ്മുടെ രാജ്യം എന്തൊരു അപകടകരമായ അവസ്ഥയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ ജനാധിപത്യത്തിൽ സുരക്ഷിതരാണ് എന്ന് നാം ഓരോരുത്തരും കരുതുന്നില്ലേ? ആ സുരക്ഷിതത്വമല്ലേ നഷ്ടപ്പെട്ടു പോകുന്നത്? കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തിയത് ഈ വർത്തമാനകാല ജനാധിപത്യമല്ലേ? ഈ അപകടമല്ലേ? ശരി, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. വി ആർ അനൂപിലേക്കും. നമുക്കൊപ്പം അബിൽ ദേവ് ചേരുന്നുണ്ട്. റോയിയുടെ കേരള മാനേജറാണ്. റോയിക്കൊപ്പം ഉണ്ടായിരുന്നയാളാണ് പല ഘട്ടങ്ങളിലും. 4 ദിവസം മുമ്പും അബിലുമായി സംസാരിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അബിൽ ഇപ്പോൾ ബാംഗ്ലൂരുണ്ട്, കുടുംബാംഗങ്ങളെ കണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ അബിൽ, ഈ ആത്മഹത്യ യഥാർത്ഥത്തിൽ ഡിപ്രഷനിലൂടെ ഈ റോയി സ്വയം തിരഞ്ഞെടുത്തതാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതിനുമപ്പുറം താങ്ങാനാവാതെ ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടായിരിക്കില്ലേ റോയി ഇത് ചെയ്തിട്ടുണ്ടാവുക? അബിൽ. അരുൺ, ആദ്യം തന്നെ ഒരു തിരുത്ത്. ഒരു കേരള മാനേജർ എന്നുള്ള രീതിയിലല്ല, ഓക്കെ? അങ്ങനെ ഞാൻ കോൺഫിഡൻറ്റിൻ്റെ ഒരു സ്റ്റാഫ് എന്നുള്ള രീതിയിലുള്ളൊരു വ്യക്തിയല്ല. റോയി സാറായിട്ട് കഴിഞ്ഞൊരു 12 വർഷത്തോളമുള്ള ബന്ധമാണ്, അടുത്തൊരു സുഹൃത്താണ്. എൻ്റെയൊക്കെ ഒരു റോൾ മോഡലായിട്ട് കണ്ട് വർഷങ്ങളായിട്ടുള്ള ഒരു ആത്മബന്ധമാണ് അദ്ദേഹമായിട്ടുള്ളത്. പിന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഇവൻറ്റ്സും കാര്യങ്ങളും വരുന്ന സമയത്ത് വർഷങ്ങളായിട്ട് ഞാനാണത് ടേക്ക് കെയർ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ എനിക്ക് പേഴ്സണലി ഇതിൽ എന്താ പറയുക, IT റെയ്ഡിനെ കുറിച്ചോ ഇതിൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്കതിനെക്കുറിച്ച് അറിവില്ല. ബട്ട് IT ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ത്രൂ കോൺഫിഡൻറ്റ് ഓഫീസുമായിട്ട് നമ്മളൊരു ഇവൻറ്റ് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റിയിട്ടുണ്ട്. IT പരമായിട്ടുള്ള അതിൻ്റെ ഫർദർ മീറ്റിങ്ങിലേക്ക് പോകുന്ന സമയമായിരുന്നു. അപ്പം കേരളത്തിലെ MD ആണെങ്കിലും ജോസഫ് സാർ ആണെങ്കിലും അവരുടെ അവൈലബിലിറ്റി ഇഷ്യൂ വന്ന സമയത്ത് എനിക്ക് അറിയാൻ സാധിച്ചിരുന്നു IT പരമായിട്ടുള്ള കുറച്ച് തിരക്കിലാണ് എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. അതിൻ്റെ വർക്ക്സുകൾ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാം എന്നുള്ള രീതിയിലുള്ള ആ രീതിയിലായിരുന്നു. മോർ ദാൻ എനിക്ക് പേഴ്സണലി അറിയാവുന്നത് ഇപ്പം ലൈഫ് ഈസ് എ സെലിബ്രേഷൻ എന്ന് പറയുന്ന എനിക്ക് ബ്രദർലി അത്രയും ആത്മബന്ധമുള്ള ഇതാണ്. ഇന്നലെ ഉച്ചയോടുകൂടി ഈ വിവരം അറിയുന്ന സമയത്ത് ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള ഷോക്കൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. കാരണം അത്രമാത്രം ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. ഇന്നും ഇപ്പോൾ റോയ് സാറുടെ അടുത്ത് ഏജ് എത്രയാണെന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ റോയ് സാറുടെ ഏജ് എന്ന് പറഞ്ഞാൽ ഇന്നും ചെറുപ്പക്കാരൻ എന്ന് പറയുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റിയും, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ ഓരോ കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻ കാര്യങ്ങൾ. കാരണം ഞാനൊക്കെ ശരിക്കും ഇങ്ങനെ ആയിരിക്കണം പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ഒരു ഈവൻ ടേബിൾ മാനേഴ്സ് ഉൾപ്പെടെ, അല്ലെങ്കിൽ ഫാമിലി എങ്ങനെ കൊണ്ടുപോകുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്നത്, ഓരോ ആളുകളടുത്ത് സംസാരിക്കുന്ന രീതിക്കനുസരിച്ച്. അപ്പോൾ അതൊക്കെ ശരിക്കും എന്നെ സംബന്ധിച്ചൊക്കെ ഇത്രയും വർഷത്തിനിടയിൽ എന്താണ് ഒരു ടെക്സ്റ്റ് ബുക്കായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇത് പേഴ്സണലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇപ്പം സംഭവിച്ച ഈ അപകടത്തെക്കുറിച്ചൊന്നും സംഭവിച്ചു എന്ന് തന്നെ വിശ്വസിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയാൻ നമുക്ക് ഷോക്കാണ്. അത് റോയി ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് ഇറങ്ങിയിട്ട് HP യിൽ നിന്ന് വിട്ട് 12 വർഷം സ്ഥാപിച്ച്
12ഓളം വർഷം ഞാനായിട്ടുള്ള അതെ, കോൺഫിഡന്റ് ഗ്രൂപ്പിൽ ക്രിസ്റ്റലിലേക്ക് വന്ന്, ക്രിസ്റ്റലിൽ നിന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പിലേക്ക് വന്ന്, പിന്നീട് അവിടെ നിന്ന് പടിപടിയായിട്ട് ഉയർച്ചകളിലേക്ക് മാത്രം പോയിക്കൊണ്ടിരുന്ന ഒരു വ്യവസായ പ്രമുഖനാണ്. 2000 കോടിയിലധികം ആസ്തിയുള്ള ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തയാളാണ്. അവിടെ ഇത്തരത്തിലുള്ള എത്രയോ അന്വേഷണങ്ങൾ നേരിട്ടിട്ടുണ്ടാവും ഈ റോയ്. ഓരോ ഘട്ടത്തിലും ആദായ നികുതി വകുപ്പിന് റിട്ടേൺ കൊടുത്തിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് എത്രയോ തവണ ആദായ നികുതി വകുപ്പിന് റിട്ടേൺ കൃത്യമായി ഫയൽ ചെയ്യുകയും ഏറ്റവും കൂടുതൽ നികുതികൾ കൊടുത്ത പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് സംരംഭങ്ങൾ ഒരാളാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ചില ക്രമക്കേടുകളുടെ പേരിൽ വളരെ പെട്ടെന്ന് സമനില വിട്ടുപോകുന്ന ഒരാളല്ലല്ലോ നമ്മളറിയുന്ന റോയ്. അതാണ് ഞാൻ ചോദിച്ചത്. ആ റോയിയുടെ കോൺഫിഡൻസ് ലെവൽ തകർക്കാൻ മാത്രം എങ്ങനെ ഇവർക്ക് സാധിച്ചു എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും ഒരുപക്ഷെ ആശങ്കപ്പെടുത്തുന്നതുമായ ഒരു കാര്യം. ഈ റോയ് അവസാനം സംസാരിക്കുമ്പോൾ എന്താണ് അബേലിനോട് സംസാരിച്ചത്? അല്ല, ഇതിൽ ഇവൻറ്റ് പരമായിട്ടുള്ളൊരു കോളായിരുന്നു ലാസ്റ്റിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് അബിൽ പറയാം എന്നുള്ള രീതിയിലാണിരുന്നു ഫൈനൽ കോൾ ഉണ്ടായിരുന്നത്. നമുക്കത് ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്, അതിനെക്കുറിച്ച് സംസാരിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് ലാസ്റ്റത്തെ ഒരു ഇതുണ്ടായിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്നെ സംബന്ധിച്ച് ഈ 12-ാം തീയതി നമ്മളിപ്പോൾ സെലിബ്രേഷൻ, കോൺഫിഡൻറ്റിൻ്റെ 21-ാം സെലിബ്രേഷൻ നമ്മൾ ചെയ്യാനിരിക്കുകയാണ്. 20-ാം സെലിബ്രേഷൻ, 20th ആനിവേഴ്സറി എന്നുള്ള രീതിയിൽ നമ്മൾ സെലിബ്രേഷന് വെയിറ്റ് ചെയ്തിരിക്കുക. ഈ 12th അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയും കോൺഫിഡ് ഡേയും ഒരേ ഡേ ആണ്. ആ സമയത്താണ് ആ പ്രോഗ്രാം നമുക്ക് ഇത് സംബന്ധിച്ച ഈ മാസം തുടക്കത്തിലായിരുന്നു ഈ IT പരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതിൻ്റെ തിരക്കുകൊണ്ട് കുറച്ച് മീറ്റിംഗ്സ് ഒന്ന് നീണ്ടുപോയതുകൊണ്ട് തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു കേരള വൃത്തങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഫൈനലായിട്ടുള്ള കാര്യം. അതുതന്നെയായിരുന്നു റോയിജിയുടെ അടുത്ത് നിന്ന് നമുക്കത് പറയാം എന്നുള്ള രീതിയിലാണ് ഫൈനൽ കോൺവെർസേഷൻ ഉണ്ടായിട്ടുള്ളത്. അബിൽ, ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്, ഈ റോയിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പർ 3 എന്നാണ് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള അഭിമുഖങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാർ നമ്പർ ആണെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഫ്ലാറ്റ് നമ്പർ ആണെങ്കിലും എല്ലാം 3 ആണ്. 3 നേരിട്ട് കിട്ടിയില്ലെങ്കിൽ കൂട്ടിയിട്ടിട്ട് 3 വരുന്ന രീതിയിലാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നത്. അതിന് അദ്ദേഹം പറയുന്നത് എൻ്റെ പിറന്നാൾ, എൻ്റെ മകളുടെ, എൻ്റെ ഭാര്യയുടെ, അങ്ങനെ കുടുംബത്തിൻ്റെ മുഴുവൻ പ്രിയപ്പെട്ട നമ്പറാണ്. ഒടുവിൽ മരണവും സംഭവിച്ചതൊരു 3 അഥവാ 30 എന്നുള്ളതും യാദൃച്ഛികതയാണ്. ഇതിലേതെങ്കിലും തരത്തിൽ യാദൃച്ഛികതയെക്കുറിച്ച് പറയാനല്ല, ആ അർത്ഥത്തിലൊക്കെ വളരെ പോസിറ്റീവായിട്ട് മാത്രം എപ്പോഴും ചിന്തിച്ച് നിൽക്കുന്ന ഒരാളാണ്. ലൈഫ് ഈസ് എ സെലിബ്രേഷൻ, ഇനി എനിക്ക് എൻ്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നും തന്നെ ഇല്ല, എല്ലാം ജീവിച്ചു തീർത്തു എന്ന് പറയുന്ന തരം ഒരു ലാളിത്യവും അതോടൊപ്പം ഒരു ടീം പ്ലെയർ കൂടിയായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് TC ജോസഫിനെ നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നു, ചില രേഖകളൊക്കെ കൊടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു എക്സ്പാൻഡ് മോഡിലായിരുന്നു. ദുബായിലടക്കം ഒരു പുതിയ ബിസിനസ് സംരംഭം, ഇപ്പോൾ ലെങ്കാസ്റ്ററൊക്കെ വളരെ പെട്ടെന്ന് വിറ്റുപോയി വലിയ രീതിയിൽ അവിടെ ദുബായ് മാർക്കറ്റിൽ ശ്രദ്ധിക്കപ്പെട്ടു വരുന്നൊരു സാഹചര്യത്തിലല്ലേ ഈ മടക്കം അബിൽ? ഇതിൽ 2024 ദുബായ് പ്രൊജക്റ്റ്. അതൊരു ഗംഭീര ലോഞ്ചോടുകൂടി ദുബായിൽ വെച്ചിട്ട് 2024 ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പക്ഷേ ഇപ്പോൾ ഈ നമ്പറിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഞാൻ പറഞ്ഞില്ല അരുൺ, എനിക്ക് ഈ കോൺഫിഡൻറ്റിലെ ഇൻസൈഡ് നടക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ അതിന് അധികാരപ്പെട്ട വ്യക്തിയോ അല്ലെങ്കിൽ അതിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയോ അല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, ഞാൻ കണ്ട ഡോക്ടർ റോയ്, എനിക്ക് മറ്റുള്ളവരുടെ കണ്ണിലുള്ള കാര്യങ്ങളും പറയില്ല. എന്നെ സംബന്ധിച്ച് അവസാനത്തെ ഈ മീറ്റിങ്ങിൽ ഞാൻ ഇപ്പോൾ ഫൈസൽ മലബാറിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവസാനം കാലിക്കറ്റ് വന്ന് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഒരു നൈറ്റ് ഫുള്ള് വളരെ സന്തോഷം, ചിരിയും കളി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നും റോയേട്ടനെ കണ്ടിരിക്കുന്നത് ചിരിയല്ലാത്തൊരു ഫേസ് ഞാൻ കണ്ടിട്ടില്ല. അല്ലെ ടെൻഷൻ നിറഞ്ഞ ഒരു ഫേസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം എന്തും സാധ്യമാകുന്ന ഒരു വ്യക്തി. ആ രീതിയിൽ ഞാൻ റോയ് സാറെ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് ഡിസിപ്ലിൻ ആണെങ്കിൽ, കിടക്കുന്ന സമയം മുതലാണെങ്കിൽ, എണീക്കുന്ന സമയം മുതലാണെങ്കിൽ, ഓരോ കാര്യത്തിനും ഒരു സിസ്റ്റമുണ്ട്, അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ മുഖേന പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അത്ര ആക്റ്റീവായിട്ട് ഇപ്പം നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റില്ല, 3 മണിക്കൂറൊക്കെ നിർത്താതെ ക്രിക്കറ്റ് കളിക്കും അദ്ദേഹം.
ഈ അത്രയും അതിനൊക്കെ എല്ലാത്തിനും സമയം കണ്ടെത്തും. ഒരു ബിസിനസ്സാണ്, ബിസിനസ് മാത്രമല്ല, അദ്ദേഹം കൃഷി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ മൃഗങ്ങളെ പരിപാലിക്കുന്ന കാര്യത്തിലാണ്, അല്ലെങ്കിൽ ട്രാവലിംഗ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ്സിലായിക്കോട്ടെ. അതായത് വെറും ബിസിനസ് എന്നുള്ള ചിന്തയല്ല, അദ്ദേഹം ഫാമിലിക്ക് കൊടുക്കുന്ന ടൈം, അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കുമ്പോൾ പോലും എന്താ പറയുക, ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ സിംപ്ലി പറയണത് ഒരു വലിയൊരു ഇതിൽ പറയല്ല, ഞാനിപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും, ഞാൻ ഫോൺ കണ്ടിട്ട് ചിലപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ ടേബിൾ മാനേഴ്സ് ആണെങ്കിൽ ഫാമിലിക്കൊപ്പം ഓരോ നിമിഷങ്ങളും അത് ഇപ്പോൾ ഫോണ് രാത്രി കിടക്കാൻ നേരത്താണെങ്കിൽ പോലും ലിൻ ചേച്ചിയെ വിളിച്ച് ഞാൻ കിടക്കുകയാണെന്ന് പറയണം, ഗുഡ് നൈറ്റ് പറഞ്ഞ് പോകുന്ന പലപ്പോഴായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ പോലും ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ രീതിയിൽ ഇത് ഷോക്കാണ്. അങ്ങനത്തെ ഒരു റോയേട്ടൻ പെട്ടെന്ന് അദ്ദേഹത്തിന് ഇത്രമാത്രം ഒരു മനസ്സിനാഘാതം എന്താണ് സംഭവിച്ചതെന്നുള്ളത് അത് ഞാൻ പറഞ്ഞ അത് വരും ദിവസങ്ങൾ അതിന്റെ അതിനായിട്ടുള്ള ആളുകൾക്ക് അത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻസൈഡ് തെളിയിക്കപ്പെടണം. അപ്പൊ അത് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് അതെ ഞാൻ വരാം അബിൽ. ഇപ്പോൾ നമുക്കിപ്പം അനൂപ് കൂടിയുണ്ട്. അനൂപ്, നോക്കൂ, നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് IT-യും ED-യും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്? പ്രതിപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടാൻ വേണ്ടി പുതിയതായിട്ട് ഈ ഏജൻസി ഇപ്പോൾ IT-യെ മാത്രമല്ല ED-യെ കൂടി രംഗത്തിറക്കും. നേരത്തെ CBI മാത്രമാണെങ്കിൽ ഇപ്പോൾ ബഹുവിധ ഏജൻസികൾ ഇവരുടെ കൈകളിലുണ്ട്. ഒന്നുകിൽ നേരിട്ട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങുക, അതല്ലെങ്കിൽ നേരിട്ട് പണം നിക്ഷേപിക്കുക, അതല്ലെങ്കിൽ NDA-യുടെ ഘടകകക്ഷിയാവുക. ഇതല്ലാതെ ഈ കേസ് വന്നാൽ രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവുമില്ല. എന്തിനേറെ ഒരു ECIR-ഉം രജിസ്റ്റർ ചെയ്യാതെ രാഹുൽ ഗാന്ധിക്കെതിരെ വരെ ED വരുന്നത്, സോണിയാഗാന്ധിക്കെതിരെ വരെ ED വരുന്നത് നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് നിങ്ങളിതിനെ കാണുന്നത് അനൂപ്? പ്രത്യേകിച്ച് കർണാടകയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ നികുതിദായകരിൽ ഒരാളെ ആദായ നികുതി വകുപ്പ് തന്നെ കൊലയ്ക്ക് കൊടുത്തു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ അനൂപ്? തീർച്ചയായും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നത് എൻക്രോച്ച്മെൻറ്റ് ഡയറക്ടറേറ്റായി മാറിയിട്ട് കാലങ്ങളായി. ഇവിടെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ, ഡോക്ടർ അരുൺകുമാർ തന്നെ പറഞ്ഞതുപോലെ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ, റോയുടെ കയ്യിൽ സംഘപരിവാറിന് അടിയറ വയ്ക്കാനൊരു പാർട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് പ്രത്യേകിച്ചും നേരത്തെ രാഷ്ട്രീയ നേതാക്കളുടെ കാര്യത്തിലാണെങ്കിൽ, ഇപ്പോൾ പ്രഫുൽ പട്ടേലിൻ്റെ കാര്യം തന്നെ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. അദ്ദേഹം മറ്റൊരു പാർട്ടിയിലായിരുന്നപ്പോൾ ഇത്തരം കേസുകൾ വരികയും ഉടൻ തന്നെ BJP-യുടെ സഖ്യകക്ഷിയായി മാറുന്ന മാത്രയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു പ്യൂരിറ്റി, ശുദ്ധി കൈവരുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ED ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് കൂടുതൽ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ കൊലപാതകം പോലും ഇപ്പോൾ സംശയിക്കപ്പെടുന്നുണ്ട്. ബാലേന്ദ്ര ചുള്ളിക്കാരൻ്റെ കവിതയിൽ പറഞ്ഞതുപോലെ ആത്മഹത്യക്കും കൊലപാതകത്തിനും ഇടയിൽ ഒരു നിൽക്കാൻ നിർബന്ധിതമാകുന്ന ഒരവസ്ഥ ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. ED-യെ നേരിടുന്ന ഒരാൾ ഒന്നില്ലെങ്കിൽ സംഘപരിവാറുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരാൾക്ക് മുന്നിൽ ആത്മഹത്യയും അല്ലെങ്കിൽ കൊലപാതകം, രണ്ട് വിധികളിലൊന്ന് സ്വീകരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. എന്ന് മാത്രമല്ല, പ്രത്യേകിച്ചും ഇതിനെ കാണേണ്ടത് റോയ് എന്നൊരു വ്യക്തി മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഫാസിസ്റ്റ് ശക്തികൾ എങ്ങനെയാണ് മൂലധനത്തിനെ കൈയടക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള അനുഭവ പാഠം നമ്മുടെ മുന്നിലുണ്ട്. ഹിറ്റ്ലർ ജർമ്മനിയിൽ ചെയ്തത് എന്താ? ഈ പറയുന്ന യഹൂദ വ്യവസായികൾ അദ്ദേഹം പ്രത്യേകമായി ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഒരു ഹിന്ദുത്വ മൂലധന ശക്തികളുമായി, ഒരു ഹിന്ദുത്വ ക്യാപിറ്റലിസവുമായി ബന്ധപ്പെടുത്തി വേണം ഇതിന് പരിശോധിക്കാൻ. തങ്ങൾക്ക് കീഴടങ്ങുന്നില്ല എന്ന് കരുതുന്ന, തങ്ങളുടെ വംശീയ ഫാസിസത്തിന് കീഴടങ്ങുന്നില്ല എന്ന് കരുതുന്ന, തങ്ങളുടെ താല്പര്യത്തിന് അനുഗുണമാവില്ല എന്ന് കരുതുന്ന ആളുകളെ വംശീയമായി തന്നെ നേരിടുക എന്നുള്ള ഒരു ഗ്രാൻഡ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായി വേണം ഇത്തരം കാര്യങ്ങൾ കാണാൻ. ഇത് ഇന്ന് റോയിൽ ആരംഭിച്ചെങ്കിൽ നാളെ മറ്റ് വ്യവസായികളിലേക്ക്, മറ്റ് സംരംഭകരിലേക്ക് വ്യാപിക്കില്ല എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഈ പറയുന്ന അദാനിയെ പോലെ ഇവരുടെ ചൊൽപ്പടിക്ക് കീഴിൽ നിൽക്കുന്ന വ്യവസായികൾ മാത്രം, സംരംഭകർ മാത്രം, മുതലാളിത്ത ശക്തികൾ മാത്രം മതി എന്നുള്ള ഒരു ഫാസിസ്റ്റ് ലക്ഷ്യം കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടി വരും. നാളെ ഇപ്പോൾ പോലും ഗവൺമെൻറ്റുമായി BJP-യുമായി സൗഹൃദത്തിൽ പോലും നിൽക്കുന്ന സംരംഭകർ നാളെ വംശീയമായി ടാർഗറ്റ് ചെയ്യപ്പെടാം. കേരളത്തിൽ തന്നെ വലിയ വ്യവസായികളുണ്ട്. അതൊക്കെ ഈ ഹിന്ദുത്വ മൂലധന താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഭരണകൂടം പ്രവേശിക്കുന്നു എന്ന് വിലയിരുത്തേണ്ട, പരിശോധിക്കേണ്ട സന്ദർഭം കൂടിയാണിത്. പ്രത്യേകിച്ച് അദ്ദേഹം നിൽക്കുന്നത് എവിടെയാണ്? റിയൽ എസ്റ്റേറ്റിലാണ്. റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇപ്പോൾ കലാപങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് നമുക്കറിയാം, പലപ്പോഴും അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ടാർഗറ്റ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് കൂടിയാണ്.
പ്രധാനപ്പെട്ട നഗരങ്ങളിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കൈയടക്കുക, അത് ഗുജറാത്ത് കലാപവുമായൊക്കെ ബന്ധപ്പെട്ട് അത്തരം നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. തീർച്ചയായും ഇതൊരു ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ ഒരു സാമ്പത്തിക താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് വേണം ഇതിനെ പരിശോധിക്കാൻ. പലപ്പോഴും ഈ അടുത്ത കാലത്തായി ഈ സംഘപരിവാർ സംഘടനകൾ ഉൾപ്പെടെ മൂലധനവുമായി ബന്ധപ്പെട്ട് ഇത്തരം ആലോചനകൾ പറയുന്നുണ്ട്. നമ്മൾ ഹിന്ദുത്വ ബിസിനസ് കോൺക്ലേവ്, ഹിന്ദുത്വ അർത്ഥത്തിലുള്ള ഒരു പുതിയ ഹിന്ദുത്വ ക്രമത്തെക്കുറിച്ച് സംസാരിക്കുന്ന സന്ദർഭത്തിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം ആളുകളെ ഈ പറയുന്ന ഫോബ്സ് മാഗസിനിൽ പോലും ഇടം പിടിച്ച ഒരാളെ, അദ്ദേഹം ഒരു നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേവലം ആദായ നികുതിയുടെ സമ്മർദ്ദം കൊണ്ട് മാത്രം ഒരു ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരാളാണെന്ന് കരുതാനുള്ള അനുമാനങ്ങൾ നമ്മുടെ മുന്നിലില്ല. അദ്ദേഹം ഈ പ്രക്രിയയുമായി നീണ്ട വർഷങ്ങൾ പരിചയിച്ച ഒരാളാണ്. അദ്ദേഹം പരിണിതപ്രജ്ഞനായൊരു ബിസിനസ് ഒരു സംരംഭകനാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു ആത്മാഭിമാനത്തോടു കൂടിയുള്ള ജീവിതം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കീഴടങ്ങാത്ത ഒരു മരണം തെരഞ്ഞെടുത്തു എന്ന് വേണം കരുതാൻ. ഒരു കീഴടങ്ങാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യയിലേക്ക് നിർബന്ധിക്കപ്പെട്ടു. ചില ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് നമ്മുടെ വ്യവസായികളെ കൈകാര്യം ചെയ്തതെന്ന് ചിലരെങ്കിലും അവരുടെ അനുഭവങ്ങളിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് വളരെ അവരുടെ ഡിഗ്നിറ്റിയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഈ ഉദ്യോഗസ്ഥർ പെരുമാറുന്നത് എന്നത് നമ്മുടെ മുന്നിലുണ്ട്. ഈ IT ഉദ്യോഗസ്ഥരും ED ഉദ്യോഗസ്ഥരും ഒക്കെ നാടിൻ്റെ സാമ്പത്തിക സുരക്ഷിതാവസ്ഥയെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയുള്ളവരാണ്. പക്ഷേ അവർ ശത്രുതാപരമായി രാഷ്ട്രീയമായ നിലപാടെടുക്കുമ്പോൾ അത് അത്യന്തം അപകടകാരികളായി തീരുമോ എന്നുള്ളതാണ്. ശ്രീ ഷാബു പ്രസാദ്, EDയുടെ കണക്കുകൾ നോക്കൂ, ഞെട്ടിക്കുന്നതാണ്. ED കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണത്തിൽ ഉണ്ടായ വർധന നമ്മളെ ഞെട്ടിക്കുന്നതാണ്. 4500% വർധന. അതിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കെതിരെ എടുത്ത കേസുകൾ 121. ആ 121 കേസുകളിൽ 115 പേരും പ്രതിപക്ഷത്തു നിന്നുള്ളവരാണ്. പ്രതിപക്ഷത്തു നിന്നുള്ളവർക്കെതിരെ ED കേസെടുത്താൽ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ വീട് റെയ്ഡ് ചെയ്താൽ വളരെ പെട്ടെന്ന് അവർ മറുകണ്ഠം ചാടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവരുടെ കേസുകൾ ഇല്ലാതാവുന്നത് നമ്മുടെ മുന്നിലുണ്ട്. ചെറിയ കേസുകളല്ല, 1-2 കേസുകളിൽ. ഏറ്റവും ഒടുവിൽ സാബു ജേക്കബിൻ്റെ കേസ് വരെയുണ്ട്. ഛഗൻ ഭുജ്ബാൽ എങ്ങനെയാണ് ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റെയ്ഡ് ചെയ്ത് തുടർന്ന് NDA ക്യാമ്പിലെത്തിയപ്പോൾ കേസ് അപ്രത്യക്ഷമായതെന്നറിയാം. അശോക് ചവാൻ മഹാരാഷ്ട്രയിലെ ആദർശ് കോർപ്പറേറ്റ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടായ കുംഭകോണത്തിൽ നിങ്ങൾ തന്നെ ആരോപണം ഉന്നയിച്ചവരാണ്. ED കേസെടുത്തു, NDAയിലേക്ക് വരുന്നു, കേസ് അപ്രത്യക്ഷമാവുന്നു. ദെൻ അജിത് പവാർ മഹാരാഷ്ട്രയിൽ ഉപമുഖ്യമന്ത്രിയായിത്തീരുന്നു. ഇപ്പോഴും EDയുടെ കേസ് എന്തായി എന്നൊരു പിടിയുമില്ല. സുവേന്ദു അധികാരി ശാരദാ ചിട്ടി ഫണ്ട് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് CBI റെയ്ഡ് ചെയ്യുന്നു, ED അടക്കം അന്വേഷിക്കുന്നു. NDA ക്യാമ്പിലെത്തുന്നു, കേസില്ല. ദിഗംബർ കാമത്ത് ഗോവയിൽ കോൺഗ്രസ് പാളയം വിട്ട് BJP ക്യാമ്പിലെത്തുന്നു, കേസില്ല. ഈ അങ്ങനെ നിരവധി ആളുകൾ, ഹിമന്ത ബിശ്വ ശർമ്മ IT ED റെയ്ഡ് ചെയ്യുന്നു, NDA ക്യാമ്പിലെത്തുന്നു, കേസ് അവസാനിക്കുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, റോയിക്ക് NDAയിൽ ലയിക്കാനൊരു പാർട്ടി ഇല്ലാതെ പോയതാണോ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത്? ഷാബു പ്രസാദ്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഈ റോയിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച റെയ്ഡ് നടത്തിയത് ED അല്ല, അത് IT ആണ്. ഈ റെയ്ഡ് ഈ ഇന്നലെ സംഭവിച്ചതുമല്ല. ഡിസംബർ ആദ്യം മുതൽ ഈ റെയ്ഡ് അവിടെ നടക്കുന്നു. ആ റെയ്ഡ് തുടങ്ങി അവർ അവിടെ വന്ന് കുറെ രേഖകൾ പിടിച്ചെടുത്തു, അവിടെ സീല് ചെയ്തു. അപ്പോൾ ശ്രീ റോയി ഹൈക്കോടതിയിൽ പോയി ഒരു സ്റ്റേ വാങ്ങി. ഹൈക്കോടതിയിൽ അദ്ദേഹം സ്റ്റേക്ക് വേണ്ടിയിട്ട് കൊടുത്ത അപേക്ഷ എന്താണ്? ഈ കേസിന്റെയോ ഈ റെയ്ഡിന്റെയോ മെറിറ്റ് അല്ല, പകരം സാങ്കേതിക കാരണങ്ങൾ, ജുറിസ്ഡിക്ഷണൽ ബ്രീച്ച് എന്നൊക്കെയാണ്. കേരളത്തിൽ നിന്നുള്ള IT-കാർക്ക് എന്തിനാണ് ഇവിടെ വരുന്നത്? ഇങ്ങനെയുള്ള സാങ്കേതിക കാരണങ്ങൾ. അല്ലാതെ ഞാൻ എല്ലാം പെർഫെക്റ്റ് ആണ്, എന്നെ അനാവശ്യമായി വേട്ടയാടുകയാണ്, ഞാൻ എല്ലാ ക്രിമിനലില്ല, അതുകൊണ്ട് ഈ റെയ്ഡ് സ്റ്റേ ചെയ്യണം എന്നല്ല അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതിനു പകരം ഈ ബാംഗ്ലൂരിൽ ഇരിക്കുന്ന എന്നെ കേരളത്തിൽ നിന്നുള്ളവർ എന്തിനാണ് റെയ്ഡ് ചെയ്യുന്നത്? അത് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഇവർ പിടിച്ചെടുപ്പോൾ സീല് ചെയ്ത് വെച്ചിരിക്കുന്ന രേഖകൾ എനിക്ക് തിരിച്ചു തരണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ആ റെയ്ഡ് അദ്ദേഹത്തിന് സ്റ്റേ അനുവദിച്ചു. ഹൈക്കോടതിയിൽ നിന്ന്, ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ നിന്ന്, കർണാടക ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ അനുവദിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ സ്റ്റേ മാറി. ആ സ്റ്റേ മാറിയതിന് ശേഷം ആണ് അവർ വീണ്ടും അവിടെ ചെന്ന് അവർ അന്ന് സീല് ചെയ്ത് വെച്ച രേഖകൾ എടുക്കാൻ ആയിട്ട് ചെല്ലുന്നതും ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നടക്കുന്നത്. ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് റെയ്ഡ് ചെയ്യുന്നത്, ഡിസംബറിൽ മുതൽ റെയ്ഡ് ചെയ്യുന്ന കാര്യം
ഇവിടെ ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാധ്യമങ്ങൾക്കോ ഇപ്പോൾ ഈ കുറ്റം പറയുന്നവർക്കോ ഒന്നും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. അതായത് ഒരു മലയാളിയായ ഒരു വ്യവസായിയെ BJPക്ക് ചേരാത്തതിന്റെ കാരണം പറഞ്ഞുകൊണ്ട് IT ഡിപ്പാർട്ട്മെന്റിനെ വിട്ട് പീഡിപ്പിക്കുന്നു എന്ന ഒരു പരാതി ഇവിടെ ഒരു മാധ്യമങ്ങൾക്കും ഉണ്ടായിരുന്നു. ഈവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് പോലുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആയിരുന്നു. സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻ എന്നുള്ളതിനെക്കാട്ടി കൂടുതൽ അത് സക്സസ്ഫുൾ, വളരെ മാതൃകാപരമായിട്ട് നമുക്കിപ്പം പുറത്തുനിന്ന് നോക്കുമ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ജീവിത വിജയം നേടിയ സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു. കടങ്ങളൊന്നുമില്ല, എല്ലാ അർത്ഥത്തിലും അതായത് സ്വപ്നതുല്യമായ ജീവിതം നയിച്ചിരുന്ന അങ്ങനെയുള്ള ഒരു ബിസിനസ്സുകാരനും മനുഷ്യനുമായിരുന്ന ഈ റോയി ഈ ഒരു IT റെയ്ഡിന്റെ പേരിൽ, അതിന്റെ സമ്മർദ്ദത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. കാര്യം അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും പെർഫെക്റ്റ് ആയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ആ പേപ്പറുകൾ കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഞാനില്ല, എൻ്റെ എല്ലാ പേപ്പറുകളും ഉണ്ട്, നിങ്ങൾ എന്താന്ന് വെച്ച് ഞാൻ എടുത്തുകൊണ്ട് പോകും, ഇങ്ങനെ പറയേണ്ട കാര്യമേ ഉള്ളൂ. ഇനി അഥവാ ഇത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്, അതിനകത്ത് ചിലപ്പോൾ കണക്കുകളിൽ മിസ്മാച്ച് ഉണ്ടാകാം, അല്ലെങ്കിൽ അതിന്റെ പ്രീവിയസ് കണക്കുകളുമായിട്ട് പൊരുത്തക്കേടുകൾ ഉണ്ടാകും. ഇതൊക്കെ സ്വാഭാവികമാണ്, ബിസിനസിന്റെ അകത്ത് സ്വാഭാവികമാണ്. അപ്പോൾ അവരതിന്റെ ചോദ്യങ്ങൾ ചോദിക്കും, അതിന്റെ മറുപടി പറയണം. അവർക്കത് തൃപ്തിയായിട്ടില്ല എങ്കിൽ അതിന്റെ ഫൈൻ അടയ്ക്കേണ്ടി വരും. എത്ര വലിയ ഫൈൻ വന്നാലും അടയ്ക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണുള്ള സാമ്പത്തിക ശേഷിയുടെ കുറവും അദ്ദേഹത്തിന് എല്ലാം ഉണ്ട്. അപ്പോ കുറച്ച് പേപ്പറുകൾ വേണം എന്ന് പറഞ്ഞപ്പോൾ ആ പേപ്പറുകൾ എടുക്കാൻ അകത്തേക്ക് പോയ റോയിയാണ് സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്തത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ അത് എന്താണ്? അതിൻ്റെ അകത്ത് വലിയ ദുരൂഹത ഉണ്ടായിരുന്നു. ആ ദുരൂഹത എന്താണെന്നുള്ളത് അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. ഇത്രയും ഇവിടെ ഈ നാട്ടിലെ ഒരു 1-2 വർഷം മുമ്പ് ജോയി ആലിക്കാസിന്റെ വീട് റെയ്ഡ് ചെയ്തിരുന്നല്ലോ. അന്ന് നിങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു. ഈ നാട്ടിൽ എത്രയോ ബിസിനസ്സുകാരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും അല്ല, തെറ്റിദ്ധരിക്കേണ്ട ഷാബു പ്രസാദ്, ITO EDO റെയ്ഡ് ചെയ്യുന്നതിനെതിരെയല്ല. പക്ഷേ 3 ദിവസം 28-ാം തീയതി റെയ്ഡ് തുടങ്ങി, 30-ാം തീയതി റെയ്ഡ് അവസാനിക്കുന്നില്ല, അത് തുടരുകയാണ്. അവിടെ ബന്ധുക്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ മരിച്ചു കിടക്കുമ്പോഴും റെയ്ഡ് 1 മണിക്കൂറോളം തുടർന്നു എന്നാണ് പറയുന്നത്. ശത്രുതാപരമായൊരു സമീപനം IT-യുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു എന്ന് ബന്ധുക്കൾ പരാതി പറയുന്നു. നമ്മളവിടെ നേരിട്ട് സാക്ഷ്യം വഹിച്ചിട്ടില്ല. സഹോദരൻ പറയുന്നത്, അദ്ദേഹവും നാട്ടിലുണ്ടായിരുന്നില്ല, പക്ഷെ ബന്ധുക്കൾ പറയുന്നതിൽ നിന്ന് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് ഈ കമ്പനിയുടെ ഡയറക്ടറാണ്. വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണമെന്ന് പറയുന്നു. സാധാരണ രീതിയിൽ നടത്തിയ ഒരു റെയ്ഡ് പോലെയല്ല കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ കാണുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി നോട്ടീസ് കൊടുത്ത് പ്രൊഹിബിഷണറി ഓർഡർ ഇട്ട് സാധനങ്ങൾ ലോക്കറിൽ വെച്ച് അത് തിരിച്ചെടുക്കുന്ന ഘട്ടത്തിലാണ്. നോക്കൂ, ഈ ഒരു കൺഫെഷൻ, ഞാനൊരു എക്സാമ്പിൾ പറയാം എങ്ങനെയാണ് IT ചിലപ്പോൾ ചില വ്യവസായികളെ നേരിടുന്നത് എന്നുള്ളത്. ഒരു പിടിച്ചെടുത്ത സാധനങ്ങളും ഫ്രീസ് ചെയ്യാൻ പോകുന്ന പണത്തിൻ്റെ കാര്യത്തിലും ഒരു കൺഫെഷൻ കൊടുത്തിട്ട് അതിൽ ഒപ്പിടാനായിട്ട് ആവശ്യപ്പെട്ടാൽ ഇത്രയും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇത്രയും കോടികൾ മുടക്കിയ ഈ റോയിയുടെ ബിസിനസ്സും തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം സ്റ്റാൻഡ് സ്റ്റില്ലാവുന്ന സാഹചര്യം ഉണ്ടാവും. ജീവിതത്തിൽ ഇന്നുവരെ ഒരു പ്രൊജക്റ്റ് പോലും പറഞ്ഞ സമയത്ത് കൊടുക്കാതിരുന്നിട്ടില്ല റോയി. അപ്പോൾ അദ്ദേഹം നേരിടുന്ന പ്രശ്നം അവിടെയാണ്. മാസങ്ങളോളം, വർഷങ്ങളോളമാണ് IT കേസ് അവസാനിക്കുന്ന ഘട്ടത്തിലും ആ കേസ് നീണ്ടു പോയി ആ ഫ്രീസ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ഇതൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാന വിഷയമാണ്. താൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന 150 പ്രോജക്റ്റുകളുണ്ട്. ഫണ്ട് മുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? അല്ല, ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പൊ ഒരു ബിസിനസ്സില് ഇവിടെ ഒരു ബിസിനസ് നടക്കുന്നു, അത് ഈ രാജ്യത്തിന്റെ നിയമങ്ങൾക്കും കാര്യങ്ങൾക്കും വിധേയമായിക്കൊണ്ടാണ് നടക്കേണ്ടത്, ചെയ്യുന്നു. അത് പരിശോധിക്കാനുള്ള അവകാശം ഈ നാട്ടിലെ സർക്കാരിനുണ്ട്. അതിന് ചോദ്യങ്ങൾക്ക് ആ ബിസിനസിന്റെ ഓണർ, അതിന്റെ ബന്ധപ്പെട്ടവർ ആൻസറബിൾ ആണ്. അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതെങ്ങനെയാണ് ശരിയാവുക? അല്ല, ആ ഏജൻസി ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തെ രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടുന്നത്. എവിടെ അശോക് ചവാനെതിരെയുള്ള കേസ്? എവിടെ അജിത് പവാറിനെതിരെയുള്ള കേസ്? അതിലേക്ക് ഞാൻ വരാം. ഇവിടെ പല പ്രതിപക്ഷത്തു നിന്നുള്ള ധാരാളം ആൾക്കാർ BJPയിലേക്കും NDAയിലേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്താണ്? അവർ നേരെ BJP NDAയിലേക്ക്, മുന്നണിയിലേക്ക് വന്നു, അവരുടെ പേരിലുണ്ടായിരുന്ന കേസ് ക്യാൻസൽഡ്. ഇങ്ങനെയാണോ? അതോ അവരുടെ പേരിലുള്ള കേസ് നടക്കുകയാണോ? ഇപ്പൊ ഇവിടെ സജീഷും അനൂപും ഒക്കെ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് പാർലമെന്റ് ബജറ്റ് സമ്മേളനം നടക്കുകയാണ്,
നിങ്ങൾക്ക് ചോദിക്കാമല്ലോ, ഇവരുടെ പേരിലുള്ള കേസ്, അങ്ങനെ കേസ് പിൻവലിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കേസ് ഇല്ല എന്നങ്ങ് പറയാൻ പറ്റുമോ? ആ കേസിന്റെ അവസ്ഥ ഒന്നും എന്താണ്? വേണ്ട. ഇവരെ അല്ലല്ല ഷാബു പ്രസാദ്, അതാണ് ഇതിനകത്തെ കൗതുകകരമായ കാര്യം. കേസ് പിൻവലിക്കണമെന്നില്ല. കേസുമായി ബന്ധപ്പെട്ട ഒരു ഇല അനങ്ങത്തില്ല, ഒരു ഫയൽ അനങ്ങത്തില്ല, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥ ഇല്ല. താങ്കളുടെ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാമോ, NDAയുമായി ചേർന്ന, അതായത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗമായിട്ടിരിക്കുകയും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ടിരിക്കുകയും NDA ക്യാമ്പിൽ വന്നതിനു ശേഷം നേരത്തെ റെയ്ഡ് നടത്തപ്പെട്ട ഈ ഉദ്യോഗസ്ഥരുടെ ഏതെങ്കിലും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഏതെങ്കിലും വീടുകളിൽ, ഏതെങ്കിലും ഓഫീസുകളിൽ EDയോ ITയോ റെയ്ഡ് നടത്തിയതായിട്ട് അറിയാമോ? NDAയിൽ വന്നതിന് ശേഷം ഒരാളുടെ പേര് പറഞ്ഞാൽ മതി. അല്ല, ഈ റെയ്ഡ് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 365 ദിവസവും നടത്തിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അത് ഒരു പ്രാവശ്യം നടത്തി ഒന്നോ രണ്ടോ പ്രാവശ്യം നടത്തി അവർക്ക് ആവശ്യമുള്ള രേഖകളും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന എന്നും ഇങ്ങനെ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കണം. അല്ലല്ല, അങ്ങനെ രേഖകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് കോടതിയിൽ കൊടുത്ത് കുറ്റപത്രം കൊടുക്കുകയല്ലേ ചെയ്യുക? അല്ല, അത് ചോദിക്കുന്നത് ഇപ്പൊ എവിടെ കുറ്റപത്രം? എനിക്കറിയില്ല. എവിടെ പ്രഫുൽ പട്ടേലിനെതിരെയുള്ള കുറ്റപത്രം? എവിടെ സുരേന്ദ്ര അധികാരിക്കെതിരെയുള്ള കുറ്റപത്രം? എവിടെ ദിഗംബർ കാമത്തിനെതിരെയുള്ള കുറ്റപത്രം? കേസുകളെല്ലാം വിവിധ ഘട്ടങ്ങളിലായി കോടതികളിലുണ്ട്. അനൂപ് അല്ല അരുൺ, ഇത്രയും പേര് നിങ്ങളുടെ ഈ ഡയറിയെ സഹിച്ചു വിടുന്നതല്ലേ? ഒന്ന് ഞാൻ അനുവിലേക്ക് പോയിട്ട് വരാം. അനുവിൽ ഒരു സംശയം, എനിക്ക് വേറെ പണിയുണ്ടായിരുന്നു. ഷാബു സമയം തന്നെയാണ് ഞാൻ അനുവിനും തന്നത്. ഷാബു ഇത് മോശമാണ്. അനൂപ് താങ്കളോടാണ് ചോദിക്കുന്നത്, താങ്കൾക്ക് മറുപടി സമയം തരും. അനൂപ് ചോദിക്കാം. ഒരേ ഒരു കാര്യം താങ്കൾക്ക് മറുപടി പറയാം. ഇവിടെ ബഹുമാന്യനായ സംഘപരിവാർ സഹയാത്രികൻ ഷാബു പ്രസാദ് ചർച്ചക്കിടയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ജോയ് ആലുക്കാസിനെതിരെ ഇത്തരമൊരു റെയ്ഡ് നടന്നപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന്. ഞാനിപ്പോൾ റിപ്പോർട്ടറിൻ്റെ തൃശ്ശൂർ സ്റ്റുഡിയോയിൽ നിന്ന് സംസാരിക്കുന്നത്. ഞാൻ ഈ വരുന്ന വഴിക്ക് ജോയ് ആലുക്കാസിൻ്റെ ഈ പറയുന്ന ആളുകൾ റെയ്ഡ് ചെയ്ത് ഏറ്റെടുത്തിരിക്കുന്ന ശോഭ സിറ്റിയിലെ അദ്ദേഹത്തിൻ്റെ വസതി കൂടി കാണുന്ന റോഡിലൂടെ പോകുമ്പോൾ കാണുന്ന അവസ്ഥയിലാണ്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നേ. എന്തിന് ജോയ് ആലുക്കാസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്തു എന്ന് പറയുമ്പോൾ തൃശ്ശൂരിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സ്പെസിഫിക്കായി ഒരു കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തിയ നീക്കങ്ങളാണെന്ന് വ്യാപകമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ റെയ്ഡിനകത്തും ഇഡിയെ നയിക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയമായ താല്പര്യങ്ങളുണ്ട്. ജോസ് ആലുക്കാസിൽ ചില ഈ പറയുന്ന ജോയ് ആലുക്കാസിൽ ചില ഇതുകൾ നടക്കുന്നു എന്ന് പറഞ്ഞ് റെയ്ഡ് ചെയ്യാന്നല്ല. അവിടെ തൃശ്ശൂരിൽ ഇലക്ഷൻ നടക്കുന്നു, സുരേഷ് ഗോപി മത്സരിക്കാൻ പോകുന്നു. ഞാൻ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ടർ ചാനലിന്റെ ചർച്ചയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഉയർന്ന ആരോപണം എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റിയിലെ സ്വാധീന ശക്തിയുള്ള ഒരു ബിസിനസ്സുകാരനെ വരുതിയിലാക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ റെയ്ഡ് നടന്നത് എന്നുള്ള ആക്ഷേപങ്ങൾ അന്നേ നിലനിന്നിരുന്നേ. ഇതൊരു പുതിയ കാര്യമല്ല. ഇവിടെ ED ഒരു ബിസിനസ്സുകാരനെ, ഒരു രാഷ്ട്രീയ നേതാവിനെ ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ കൃത്യമായ ഞാൻ പറയട്ടെ ഒരു ഷാബുവിന് ഉത്തരവില്ല. ഷാബു 2 മിനിറ്റ് അതിന് മറുപടി ചോദ്യം കേട്ടിട്ട് അവരുടെ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞിരുന്നതാണത്. എനിക്ക് ഇതിന്റെ അകത്ത് കയറാനുണ്ട്, അടുത്ത ചാനലിൽ എനിക്ക് കയറാനുണ്ട്. ശരി ഷാബുന് പോകാം. താങ്ക് യു ഷാബു, താങ്ക് യു. ഞാൻ ഒന്ന് സജീഷിലേക്ക് വന്നാൽ, സജീഷ്, ഇപ്പോൾ BJP പ്രതിനിധി അഥവാ സംഘപരിവാർ അനുകൂല പ്രതിനിധി നമ്മളോട് പറയാൻ ശ്രമിച്ചത് ഈ റെയ്ഡ് നേരത്തെ തുടങ്ങിയതാണ്, ചട്ടപ്രകാരമുള്ള റെയ്ഡാണ്, അതിന് കടലാസുകൾ കൊടുത്താൽ മാത്രം പോരെ, അതിന് ആത്മഹത്യ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു ഡിഫൻസാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല ഈ സംഭവം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പറയുന്നത്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ TC ജോസഫ് അടക്കമുള്ളവർ പറയുന്നതും. അവർ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ മാനസികമായി തന്നെ ടോർച്ചർ ചെയ്തു, സമ്മർദ്ദത്തിലാക്കി. നിരവധി മണിക്കൂറുകൾ, 3 ദിവസമായി തുടർച്ചയായിട്ട് ഈ റെയ്ഡ് നടക്കുന്നു. ഇതേവരെ അനുഭവിക്കാത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയ റോയ് ഒടുവിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനകത്തൊരു അസ്വാഭാവികതയില്ലേ? അതല്ല ഷാബു പ്രസാദ് പറയുന്നത് പോലെ, ഇപ്പോൾ BJP പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒരു സാധാരണ റെയ്ഡിൽ എന്തിന് ആത്മഹത്യ എന്ന നിലയിൽ അതിനെ ന്യായീകരിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല ശ്രീ ഡോക്ടർ അരുൺ. നമ്മൾ കാണേണ്ടത് നമ്മുടെ ജനാധിപത്യത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപകടമാണ്.
ഒരു വിശാലമായ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുകയാണെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള ഒരു ചർച്ച നാം നടത്തേണ്ടി വരികയില്ല. പക്ഷേ ആ ജനാധിപത്യം നമ്മുടെ രാജ്യത്തില്ല എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. RSS പ്രതിനിധി എന്ന് തന്നെ ഷാബു പ്രസാദിനെ പറയുന്നതായിരിക്കും നന്നാവുക. അദ്ദേഹവും അത് സ്വയം വെളിപ്പെടുത്താൻ തയ്യാറായില്ലെങ്കിലും അവർക്ക് വേണ്ടി കൃത്യമായ ആശയപ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞു വച്ചു പോയ കാര്യങ്ങളുണ്ട്. അതിൽ ചില മറുപടി നമ്മൾ ചോദിക്കേണ്ടതായിരുന്നു. അതായത് അവിടെ ഇപ്പോൾ ഹേമന്ത് വിശ്വ ശർമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് വരുമ്പോൾ അവരുടെ പേരിൽ EDയുടെ കേസ് ഉണ്ടായിരുന്നു, റെയ്ഡ് ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കേസ് നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത്. അങ്ങനെ കേസ് EDയുടെയും മറ്റും കേസ് നിലനിൽക്കുന്നയാളെയാണോ മുഖ്യമന്ത്രിയാക്കുന്നത്? അശോക് ചവാനെ പോലെയുള്ള ആളുകളെ വിവിധ ചുമതലകളേൽപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോ ആളുകളും ഗോവയിൽ ചുമതലയേൽപ്പിക്കുന്ന മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ക്യാബിനറ്റ് പദവിയും എല്ലാം നൽകിയാണ് ഇവരെയെല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. അവരെല്ലാവരും ഈ പറഞ്ഞ EDയുടെ കേസ് നിലനിൽക്കുന്നവരും കൊള്ളരുതാത്തവരും തന്നെയാണ്. അത് നിങ്ങൾ കാണുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ളറയിൽ ആ അന്വേഷണവും മറ്റും നടക്കുന്നുണ്ട് എന്നാണോ പറയുന്നത്? അപ്പോൾ അതല്ല, അവരെ എല്ലാം മോചിപ്പിച്ചു കൊടുക്കുകയും മറ്റൊരു വിശാലതയിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്യുന്നത് എന്ന് നാം കൃത്യമായി കാണേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അപകടാവസ്ഥ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു ഫാസിസത്തിൻ്റെ രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഭരണകൂടത്തിലെ 3 സംവിധാനങ്ങളെയും ഇവർ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ലെജിസ്ലേച്ചറിനകത്ത് ഇപ്പോഴും ജനാധിപത്യം അവശേഷിക്കുന്നു. അതിനെയാണ് ഓപ്പറേഷൻ കമല എന്ന പേരിൽ കുതിരക്കച്ചവടം നടത്തുന്നത്. അതിനകത്ത് തന്നെയാണ് പണമൊഴുക്കി ഇലക്ട്രൽ ബോണ്ടിലൂടെ അധികാരം കൈയാളാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനെ തങ്ങൾക്ക് തോന്നിയ രീതിയിൽ പ്രവർത്തിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് SIR ഉൾപ്പെടെ നടപ്പിലാക്കുന്നത് നമുക്കറിയാം. ആളുകളെ, ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർമാരല്ലാതാക്കി ജയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നത് ലെജിസ്ലേച്ചറിൽ നാം കാണുന്നുണ്ട്. അവിടെ അല്പം പ്രതീക്ഷ നിലനിൽക്കുമ്പോൾ അപ്പുറത്ത് എവിടെയും മറ്റുള്ളതിലേക്കെല്ലാം കടക്കുന്നു. അതിൽ എക്സിക്യൂട്ടീവിനകത്ത് അവരുടെ ആധിപത്യം ഉണ്ടാകുന്നു. അന്വേഷണ ഏജൻസികൾ, മറ്റ് സംവിധാനങ്ങളെല്ലാം ഇവരുടെ കൈപ്പിടിയിലൊതുങ്ങിയാണ്. ഫാസിസ്റ്റ് സംവിധാനങ്ങളെ പോലെ തന്നെ ജുഡീഷ്യറിയിലും ആ അപകടം നിലനിൽക്കുന്നു. ജസ്റ്റിസ് ലോയെയൊന്നും ഈ സമയത്ത് നമുക്ക് മറക്കാൻ വേണ്ടി കഴിയില്ല. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമയുടെ CJ ജോയിയുടെ മരണം നടക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കൊലപാതകം നടക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട വിവിധ മേഖലകളിലുള്ള പേരുകളുണ്ട്. നമ്മൾ കൽബുർഗിയെ ഓർമ്മിക്കേണ്ടി വരും, ഗോവിന്ദ പൻസാരെ ഓർമ്മിക്കേണ്ടി വരും, ജസ്റ്റിസ് ലോയെ ഓർമ്മിക്കേണ്ടി വരും. അങ്ങനെ പലരെയും എല്ലാ മേഖലയിലുമുള്ള ആളുകളെ നിശബ്ദമാക്കുകയോ കൊന്നുകളയുകയോ ചെയ്യുന്ന ഒരു സമയത്ത് തങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് തരാത്ത അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത ആളുകളെയും ഇങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ റോയി കേരളത്തോട് വലിയ താല്പര്യം കാണിച്ച വ്യക്തിത്വമാണ്. ഇപ്പോൾ ഏതാണ്ട് 700 കോടി രൂപയുടെയോ മറ്റു അവിടെ ഒരു കച്ചവടം നടത്തി ആ പണം കേരളത്തിലേക്ക് അദ്ദേഹം നിക്ഷേപിക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്താണ് ഈ മരണമുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. കേരളത്തെ എപ്പോഴും സ്നേഹത്തോടെ കാണുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കെല്ലാം ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും മലയാളികളെ അങ്ങേയറ്റം സഹായിച്ച വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മരണം നമ്മളിൽ ഞെട്ടലുണ്ടാക്കുന്നത്. ഈ മരണം പലതിൻ്റെയും ഇനി വരാനിരിക്കുന്ന പല ഭീകര സംഭവങ്ങളുടെയും തുടർച്ചയായിരിക്കും എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാവുമോ എന്നതാണ് പ്രശ്നം. സജീഷ്, ഞാൻ ഒന്ന് അനൂപിലേക്ക് തീർച്ചയായും നമ്മൾ അതിനെ കാണുന്നത്. ഗാന്ധിജിയെ ഞാനിതാണ് പറഞ്ഞത്. പറഞ്ഞു തീർത്തോളൂ. ഞാൻ പറയുന്നത് ഗാന്ധിജിയെ ഓർമ്മകളിൽ നിന്ന് അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് കൂടുതൽ വെടിയൊച്ചകൾ നമ്മുടെ രാജ്യത്ത് കേൾക്കുന്നത്, ശബ്ദങ്ങൾ. ആ ശബ്ദം നമ്മൾ അലോസരപ്പെട്ടില്ലെങ്കിൽ, അതിൽ ജാഗ്രതപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയുമോ? അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ വേണ്ടി കഴിയുമോ? വിശാലമായ പ്രശ്നങ്ങൾ, ഈ പ്രശ്നത്തെ എല്ലാവരും മനുഷ്യത്വപരമായി അഡ്രസ് ചെയ്യണം. ഈ പരാതി വന്ന ഉടൻ തന്നെ കർണാടക സർക്കാർ കൃത്യമായിട്ട് തന്നെ നടപടിയെടുത്തു. ഒരു SIT തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഒരു CID തന്നെ ഈ കേസ് അന്വേഷിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ ചില രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ചില BJP നേതാക്കൾക്കെതിരെയും ഒക്കെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസ് സർക്കാരാണ്. ശിവകുമാറിന് ഈ കേസും ഈ നമ്മുടെ കോൺഫിഡൻസ് റോയുമായിട്ട് അടുത്ത ബന്ധം തന്നെയുണ്ട്. എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായിട്ടും കൃത്യമായ ബന്ധം സൂക്ഷിച്ചു പോകുന്ന ഒരാളാണ്. പക്ഷേ ഇതൊരു മുന്നറിയിപ്പായി ബിസിനസ് ലോകം എടുക്കേണ്ടതുണ്ടോ? ഇതിനോട് എങ്ങനെയാണ് സമൂഹം ജാഗ്രത പാലിക്കേണ്ടത്? 1 മിനിറ്റ് സമയം, അനൂപ്.
തീർച്ചയായും ഇതിന് ഈ സി ജെ റോയ് ഇതിൻ്റെ ആദ്യത്തെയോ അവസാനത്തെയോ ഇരയായി നമ്മൾ കാണേണ്ടതില്ല. വളരെ ചുരുക്കി പറഞ്ഞാൽ സി ജെ റോയ് എന്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം സി ജെ റോയ്ക്ക് ഒരു സാബു ജേക്കബ് ആകാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സാബു ജേക്കബ് ആകാതിരിക്കുന്നതിന് അദ്ദേഹം കൊടുക്കേണ്ടി വന്ന വിലയാണ് ആത്മഹത്യ. തീർച്ചയായും അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ഒരു സംവിധാനത്തിന് കീഴിൽ, ഒരു ഭരണകൂടത്തിന് കീഴിൽ ബിസിനസ് ചെയ്യാൻ കഴിയാതെ വന്ന ഒരാളുടെ നിസ്സഹായ അവസ്ഥയുടെ പേര് കൂടിയാണ് സി ജെ റോയ് എന്ന് ഈ അവസരത്തിൽ നമുക്ക് പറയേണ്ടി വരും. AK ഫൈസൽ, ചർച്ച അവസാനിക്കുമ്പോൾ നമ്മൾ അറിയുന്ന സി ജെ റോയിയെ സംബന്ധിച്ച് വലിയ തട്ടിപ്പുകൾ നടത്താൻ കഴിയാത്ത സി ജെ റോയിയാണ്. ബിസിനസ്സിനെ പാഷനായിട്ട് കാണുക മാത്രമല്ല, അതിൽ അങ്ങേയറ്റം ജെന്യുവിനായ ബന്ധം സൂക്ഷിച്ചയാളല്ലേ. ഈ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, 1 സീറോ ഡെപ്റ്റ്, 2 ഓൺ ടൈം കൊടുക്കുക, ഗീവ് ഓൺ ടൈം എന്നുള്ളതാണ്, ഗീവ് ഇൻ ടൈം എന്നുള്ളതാണ്. അതിന് അദ്ദേഹം തന്നെ GIT എന്ന് പറയുന്ന ജിറ്റ് എന്ന് പറയുന്ന ഒരു ഫിലോസഫിയാണ് തൻ്റെ കമ്പനിക്കുള്ളതെന്ന് കൂടി പറയുന്നു. അപ്പോൾ ഇടപെടലുകളിലെല്ലാം സത്യസന്ധത പുലർത്തിയിരുന്ന ഒരു വ്യവസായിയല്ലേ നമുക്ക് നഷ്ടപ്പെടുന്നത് ഫൈസൽ? അദ്ദേഹം ലാസ്റ്റ് സമയത്ത് കണ്ടപ്പം അദ്ദേഹം വളരെ ഇമോഷണലായിട്ട് ഈ സീറോ ഡെത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ് മക്കളിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മകനെ ഇവിടെ ഇപ്പം ഇന്റർനാഷണൽ റിയൽ എസ്റ്റേറ്റ് ഒക്കെ മകനെയാണ് MD എന്നുള്ള രീതിയിലാണ് ഞങ്ങളെ പരിചയപ്പെടുത്തിയത്. അതുപോലെ ഇവരായിരിക്കേണ്ട ഈ ബിസിനസ്സിലേക്ക് നയിക്കുക, ഞാൻ കുറേ കാര്യങ്ങൾ ഇവരിലേക്ക് മാറ്റുക എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു മരണം നമുക്ക് വലിയൊരു നഷ്ടമാണ്. പിന്നെ നമ്മളതിലൊക്കെ ദുഃഖിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നിത്യശാന്തി, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫൈസൽ, താങ്ക് യു അബിൽ ദേവ്, താങ്ക് യു സജീഷ്, താങ്ക് യു VR അനൂപ്, താങ്ക് യു ഷാബു പ്രസാദ് ചർച്ചയിൽ ചേർന്നതിന്. ഇനി കാണാം മീറ്റ് ദി എഡിറ്റേഴ്സ്. Debate with Dr. Arun Kumar.